രസകാളൻ ഗുരുവായൂരമ്പലത്തിലെ പ്രസാദമുട്ട് സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു വിഭവമാണിത്. രസങ്ങളുടെ ഒരു ആറാട്ട് തന്നെയാണ് ഈ കറി. ഇതിൽ എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, ഉപ്പുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു എല്ലാം കൂടെ ബാലൻസ് ആക്കിയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് കണ്ടുപിടിച്ച ആളിന് വലിയൊരു നന്ദി പറയണം, അത്രയ്ക്കും ടേസ്റ്റാണ്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഈ കറിയിൽ പലതരം കഷ്ണങ്ങൾ എടുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. പ്രധാനമായും മത്തനും ഇളവനുമാണ് എടുക്കുക. ഇന്ന് ഞാനും അത്ര എടുത്തിട്ടുണ്ട്, 150 ഗ്രാം വീതം. അതിൻ്റെ കൂടെ നേന്ത്രക്കായ തോല് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് അതുമുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 പേർക്കുള്ള സെർവിങ് ആണ്. ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺപാത്രമാണ്. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ പച്ചമുളകും കൂടി കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചുമന്ന മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്, എരിവിന് വേറെ ചേർക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചതച്ച മുളകാണ്. ചുമന്ന മുളക് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ചതച്ചെടുത്തതാണിത്. ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്, ഹീപ്ഡായിട്ട് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത് കൊണ്ട് ഈ കറിക്കൊരു നല്ലൊരു രുചിയും ഒരു പ്രത്യേക മണവും കിട്ടും. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിരസമാണ്. അതിനുവേണ്ടി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് എടുത്തതാണിത്. വാളൻ പുളിയാണ് ചേർക്കുന്നത്. പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുളിവെള്ളത്തിൽ കുക്ക് ചെയ്താൽ ഒരു ഗുണമുണ്ട്, കഷ്ണങ്ങൾ വേവും, പക്ഷെ വെന്ത് ഉടഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ, കാരണം ഈ കഷ്ണങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതിൽ നിന്ന് ഇറങ്ങിക്കോളും. ഇതിലിനി ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ഇത് നമ്മൾ നേരെ അടുപ്പത്തേക്ക് മാറ്റുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയരപ്പ് തയ്യാറാക്കണം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എണ്ണയില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എണ്ണയില്ലാതെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 2.5 ടീസ്പൂൺ അരി എടുത്തിട്ടുണ്ട്. മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം കേട്ടോ, മട്ടേരി ആണെങ്കിൽ അതും എടുക്കാം. പിന്നെ മുഴുവൻ കുരുമുളക് ഇല്ല, കുരുമുളക് പൊടിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത സ്ഥാനത്ത് കുറച്ച് അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, അരിയും ഉലുവയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നേക്ക് എടുത്ത് മാറ്റാം. ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് പൊടിച്ചെടുക്കാം. ഇത് തനിയെ അല്ല പൊടിച്ചെടുക്കുന്നത്, ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്താണ് നമ്മളിത് അരച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അധികം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തു, ഉടഞ്ഞു പോയിട്ടില്ല, എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആ പാത്രത്തിലെ മസാല കളയാതെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറുകനെയുള്ള പാകത്തിനാണ് ഇന്ന് ഈ കറി ഞാൻ വെക്കുന്നത്. ഇനി ലൂസായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ
2 ടീസ്പൂൺ ശർക്കര ചീവിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള ഈ തേങ്ങ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു മണം പൊങ്ങി വരുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോയി സദ്യ കഴിക്കുമ്പോൾ ഒക്കെ നമുക്കൊരു മണം കിട്ടുമല്ലോ, അതുപോലെ വരുന്നുണ്ട്. കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നല്ല പുളിയുള്ള 1 കപ്പ് മോര് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇത് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മോരൊഴിച്ചു കൊടുക്കാം. മോരൊഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുത്തോളൂ കേട്ടോ, മറക്കണ്ട. മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ച് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 20 സെക്കൻഡ് വരെ മാത്രം മതി. ആ മോരിനും കൂടി ഒന്ന് ചൂട് പിടിച്ചു വരണം. മോരൊഴിച്ചു കൊടുത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അടിയിൽ നിന്ന് ചെറുതായിട്ട് ബബിള് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ അടിയിൽ നിന്ന് ബബിള് വന്ന് തുടങ്ങി. തവി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 മുതൽ 4 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താളിക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വേറെ എണ്ണകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി പാടെ മാറിപ്പോവും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ അരപ്പിൽ ഉലുവയുള്ളതുകൊണ്ട് ഇവിടെ ഉലുവ താളിക്കുന്നില്ല. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 3 മുതൽ 4 വറ്റൽമുളക് എടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് അധികം വൈകാതെ തന്നെ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസകാളൻ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണേ വീട്ടിൽ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.